സൂസൻ മെസ്സസിനെ ഈ ആഴ്ചയിലെ തേർഡ് വീഡിയോയിലെ ഹർദമേരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ദൈവമായ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്കായി മരിച്ചു, എനിക്കായി ഉയർത്തു, എന്നും ജീവിക്കും എനിക്കായി. അതെ, കർത്താവ് മരിച്ചത് നമ്മുടെ കർത്താവിൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ക്രൂരമായ പാടുകളെല്ലാം ഏറ്റത്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കർത്താവ് നമ്മുടെ പാപം ചുമന്നു, ശാപം വഹിച്ചു, നമ്മുടെ രോഗങ്ങൾ അവൻ സഹിച്ചു. കർത്താവ് അതിന് ശേഷം എന്നോട് പറയാൻ ഇതൊക്കെ സഹിച്ചു. പിന്നെ സഹിച്ച് കുറച്ച് കർത്താവ് കുറേ കാര്യങ്ങൾ നമ്മൾ യൂഷ്വലി നമ്മൾ കേൾക്കുന്ന പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്. അതിനൊക്കെ പുറമേ കർത്താവ് സഹിച്ച കാര്യങ്ങളാണ്. കർത്താവിനോട് സംസാരിച്ച് സഹിച്ചു. അതായത് നമ്മളെ മറ്റുള്ള നിന്ന കർത്താവ് സഹിച്ചു. പരിഹസിച്ചത് നമ്മളെ സഹിച്ചു. കർത്താവിനോട് സംസാരിച്ചാണ് നിന്നെ നിന്ന എൻ്റെ മേൽ വീണിക്കുന്നത്. കർത്താവ് നമ്മളെ മറ്റുള്ള നിന്ദിച്ചത് കർത്താവ് സഹിച്ചു. നമ്മളെ പരിഹസിച്ചത് കർത്താവ് സഹിച്ചു. അതുപോലെ തന്നെ കർത്താവ് പറയണം, തുപ്പിയ തുപ്പന് വേറ്റു. അതെ, നമ്മളെ മറ്റുള്ളവർ പരിഹസിച്ച് തുപ്പിയത് ഇല്ലേ, നമുക്ക് എപ്പോഴും വലിയ അറപ്പും വെറുപ്പും ഉളവാകുമ്പോഴാണ് നമ്മൾ തുപ്പുന്നത്. ഞാനാരും തുപ്പിയിട്ടില്ല, ഇനി എന്നെ ആയാലും തുപ്പിയിട്ടുള്ളതെങ്കിലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തള്ളപ്പെട്ട് കിടന്നാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ഈ 800 കോടി ജനത്തിന് അടയ്ക്കുമെന്ന് എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ കഴിവും മിടുക്കും എൻ്റെ സൗന്ദര്യമൊന്നും കണ്ടിട്ടല്ല. അപ്പം ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ കർത്താവ് ഭോഷത്തമ്മനെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ദൈവസന്നിധിയിൽ എനിക്ക് കൂടുവാനും പ്രശംസിപ്പാനും ഒന്നുമില്ല. കർത്താവ് ദിനംതോറും എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവ് തൃപ്തിപ്പെടുത്തുന്ന സാന്നിധ്യം കൊണ്ട്. അപ്പോൾ കർത്താവ് എസ്പെഷ്യലി പറഞ്ഞതാണ്, ഞാനിന്ന് പാപവും ശാപവും രോഗം മാത്രമല്ല ഞാൻ ചുമന്നത്, ഞാൻ സഹിച്ചു, ഞാൻ പരിഹാസമേറ്റു, നിന്നെ മറ്റുള്ള തുപ്പിയ തുപ്പിൽ ഞാൻ ഏറ്റു. അതേ, ഒരു യൗവനക്കാരനെ നഗ്നനായി കുരിശിൽ കിടന്നു 33 തിരുവയസ്സിൽ. അതുപോലെ തന്നെ താടിരോമം വലിച്ചു പറിച്ചു തുപ്പി ഇല്ലേ, നമുക്കതെല്ലാം അറിയാം. പിന്നെ കർത്താവ് ഇപ്പോൾ സംസാരിച്ച കാര്യം പറഞ്ഞാൽ, നിന്നെ മറ്റുള്ള കുത്തിയതില്ലേ, ഓരോ വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് നമ്മളെ കുത്തി നമ്മുടെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കിയത്, അമ്പുപോലെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് തറച്ചത്, നമ്മുടെ കരളിൽ തറച്ചത്. ആ കുത്താണ് എന്താണ് മുൾക്കിരീടമായിട്ട് കർത്താവിൻ്റെ ഈ മുള്ള് താണ് ശിരസിൽ ഇറങ്ങിയതാണ്. കർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളൊക്കെയും കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് തന്ന ഈ ഗാനം കഴിഞ്ഞ മാസം 1-2 ലൈൻ തന്നതാണ്. ഈയിടെയാണിത് റെഡിയാക്കി എടുത്തത്. ഇനി അനേക ഗാനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്നു. ദൈവമായ കർത്താവ് അനുവദിച്ചാൽ ഓരോ പാട്ടും സമയമാകുമ്പോൾ വെളിപ്പെടും. അനേക പഴയ ഗാനങ്ങളും ഇങ്ങനെ കിടക്കുന്നു. അപ്പം ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്കായി മരിച്ചു, എനിക്കായി ഉയർത്തു, എന്നും ജീവിക്കും എനിക്കായി മരിച്ചു, എനിക്കായി ഉയർത്തു, എന്നും ജീവിക്കും എനിക്കായി. എൻ പാപം ചുമന്നു, എൻ ശാപം വഹിച്ചു, എൻ രോഗങ്ങളും സഹിച്ചു, എൻ നിന്ന ചുമന്നു, എൻ പരിഹാസമേറ്റു, മറ്റുള്ളവർ തുപ്പിയ തുപ്പലുമേറ്റു എന്നെ, മറ്റുള്ളവർ തുപ്പിയ തുപ്പലുമേറ്റു. എനിക്കായി മരിച്ചു, എനിക്കായി ഉയർത്തു, എന്നും ജീവിക്കും എനിക്കായി. എൻ പാപം ചുമന്നു, എൻ ശാപം വഹിച്ചു, എൻ രോഗങ്ങളും സഹിച്ചു, എൻ നിന്ന ചുമന്നു, എൻ പരിഹാസമേറ്റു, മറ്റുള്ളവർ തുപ്പിയ തുപ്പലുമേറ്റു എന്നെ, മറ്റുള്ളവർ തുപ്പിയ തുപ്പലുമേറ്റും. ഇത്ര സ്നേഹം ചൊരിഞ്ഞ യേശുവേ,
രോഗങ്ങളും സഹിച്ചു. എൻ നിന്ന ചുമന്നു എൻ പരിഹാസമേറ്റു. മറ്റുള്ളോർ തുപ്പിയ തുപ്പലുമേറ്റു എന്നെ. മറ്റുള്ളോർ തുപ്പിയ തുപ്പലുമേറ്റു. കഠിനമാം വേദനയിൽ പിടയുമ്പോഴും എനിക്കായി കരഞ്ഞ ദൈവപുത്ര. കഠിനമാം വേദനയിൽ പിടയുമ്പോഴും എനിക്കായി കരഞ്ഞ എൻ ദൈവപുത്ര. നിന്റെ ഒരു ജീവൻ പോകുന്ന നേരത്തും നിൻ ഹൃദയം തുടിച്ചതു എനിക്കായിട്ടല്ലേ. നിന്റെ ഒരു ജീവൻ പോകുന്ന നേരത്തും നിൻ ഹൃദയം തുടിച്ചതും എനിക്കായിട്ടല്ലേ. എനിക്കായി മരിച്ചു, എനിക്കായി ഉയർത്തു, എന്നും ജീവിക്കുന്നെനിക്കായി. എൻ പാപം ചുമന്നു എൻ ശാപം വഹിച്ചു. എൻ രോഗങ്ങളും സഹിച്ചു. എൻ നിന്ന ചുമന്നു എൻ പരിഹാസമേറ്റു. മറ്റുള്ളോർ തുപ്പിയ തുപ്പലുമേറ്റു എന്നെ. മറ്റുള്ളോർ തുപ്പിയ തുപ്പലുമേറ്റു. ഉയർത്തെഴുന്നേറ്റ് ഉന്നതങ്ങളിൽ വാണരുളുന്നു യേശു മഹേശൻ. ഉയർത്തെഴുന്നേറ്റ് ഉന്നതങ്ങളിൽ വാണരുളുന്നു യേശു മഹേശൻ. തൻ മൃദുരാജ്യത്ത് നമ്മയും ചേർപ്പാൻ തൻ്റെ മഹത്വത്തോടിനിയും വരുന്നവൻ. തൻ മൃദുരാജ്യത്ത് നമ്മയും ചേർപ്പാൻ തൻ്റെ മഹത്വത്തോടിനിയും വരുന്നവൻ. എത്ര സ്നേഹം ചൊരിഞ്ഞ യേശുവേ, ഒരു നാളും പിരിയാൻ കഴിയുകില്ല നിന്നെ. ഒരു നാളും മറക്കാൻ കഴിയുകില്ല. എനിക്കായി മരിച്ചു, എനിക്കായി ഉയർത്തു, എന്നും ജീവിക്കുന്നെനിക്കായി. എൻ പാപം ചുമന്നു എൻ ശാപം വഹിച്ചു. എൻ രോഗങ്ങളും സഹിച്ചു. എൻ നിന്ന ചുമന്നു എൻ പരിഹാസമേറ്റു. മറ്റുള്ളോർ തുപ്പിയ തുപ്പലുമേറ്റു എന്നെ. മറ്റുള്ളോർ തുപ്പിയ തുപ്പലുമേറ്റു. എനിക്കായി